ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മഷ്റൂം മസാലയാണ്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു മഷ്റൂം മസാലയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ മഷ്റൂം എല്ലാം ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കുക. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിറ്റ് ചാറ്റ് കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങളും കൂടെ ഇതിൻ്റെ ഇടയിൽ പറയാമല്ലേ. ഞാൻ ഒരുപാട് നാളായല്ലേ ഒരു വീഡിയോ ഇട്ടിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിൽ. ആക്ച്വലി ഞാൻ ഒരുപാട് ബിസി ആയിരുന്നു. ഞാൻ ഇനി ഡെഡിക്കേറ്റഡ് ആയിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം എന്ന് ഞാൻ കരുതുന്നു. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. സോ ഒരു ക്രീമി മഷ്റൂം മസാലയായിട്ട് ഒരു കംബാക്ക് ചെയ്യാമെന്ന് ഓർത്തു. നല്ല വലിയൊരു ഗ്യാപ്പ് തന്നെയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിരിക്കുന്നത്, എനിക്കറിയാം. മഷ്റൂം എല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തായി നമുക്ക് വേണ്ടത് സ്ലൈസ് ചെയ്ത ഒനിയൻ, സ്ലൈസ് ചെയ്ത ടൊമാറ്റോ, ഒരു ഒനിയൻ, ഒരു ടൊമാറ്റോ, 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, 10 അല്ലി വെളുത്തുള്ളിയും, പിന്നെ കുറച്ച് പച്ചമുളകും. 2 പച്ചമുളകാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രം നമ്മൾ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇടിച്ചെടുക്കണം. ഓക്കെ, ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മാത്രം മതിയാവും. ഓവർ പേസ്റ്റ് പോലെയൊന്നും ആക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഓക്കെ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തു ഞാൻ. അടുത്തതായി ലോ ഫ്ലെയിമിൽ ഞാൻ ഫ്രൈയിങ് പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാള, 2-3 പച്ചമുളക്, പിന്നെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഈ എണ്ണയിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കളറ് ചെറുതായി മാറി വരുമ്പോഴത്തേക്കും ആണ് നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇടേണ്ടത്. നന്നായി വഴറ്റിയെടുക്കുക. കളറ് ചെറുതായിട്ട് മാറി ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ഇടും. നമുക്ക് എന്നിട്ട് ഇത് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതാണ്, പേസ്റ്റ് ആക്കണം. അപ്പം അതിൻ്റെ അരിയുന്ന സംഭവങ്ങളൊന്നും ഇത്ര വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, പക്ഷേ അത്യാവശ്യം ചെറുതായിട്ട് അരിയാത്രേ ഉള്ളൂ. നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം മാത്രമാണ് ടൊമാറ്റോ ഇടാൻ പാടുള്ളൂ. ടൊമാറ്റോ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ഒരു ടൊമാറ്റോ. വലിയ ടൊമാറ്റോ ആണെങ്കിൽ 1 മതിയാവും. ചെറിയ ടൊമാറ്റോ ആണെങ്കിൽ 2 എടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് ഡെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കൂടി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഒരു ഐഡിയ കിട്ടി വരുന്നേ ഉള്ളൂ. യൂട്യൂബൊക്കെ ആയിട്ട് ഇത്തിരി പരിചയം വരുന്നുള്ളല്ലോ. എന്നോട് ക്ഷമിക്കണം എന്തെങ്കിലും ഫോൾട്ടൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അടുത്തതായി ടൊമാറ്റോ അതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് വീണ്ടും നന്നായി വഴറ്റിയെടുക്കുകയാണ്. ഈ ടൊമാറ്റോ നന്നായിട്ട് സോഫ്റ്റായിട്ട് ആവുന്നവരെ നമ്മളിതിനെ ഇങ്ങനെ വഴറ്റിയെടുക്കണം. സോഫ്റ്റായിട്ട് നമ്മൾ ആ സ്പാച്ചുല വെച്ച് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ചതച്ച് കൊടുക്കാൻ പാകത്തിന്, നല്ല സോഫ്റ്റായിട്ട് വരാൻ പാകത്തിന് അത്രയും നേരം ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം കൂൾ ചെയ്യാൻ വയ്ക്കും. കൂൾ ചെയ്യാൻ വയ്ക്കുന്ന അത്രയും നേരം കൊണ്ട് നമ്മൾ അടുത്ത കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ആ കൂളാവുന്ന നേരം കൊണ്ട് നമുക്ക് മഷ്റൂം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കാം.
പിന്നെ ഒരു കാര്യം പറയാം, ഡെൻ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് എന്ന് പറയുമ്പോൾ ഞാൻ കാര്യമായി ഉദ്ദേശിച്ചത് നമ്മളുടെ സ്റ്റുഡൻസിനൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളും, പിന്നെ സാധാരണക്കാർക്ക് ഡെൻ്റൽ സംബന്ധമായിട്ട് ഒരുപാട് തരത്തിലുള്ള ഡൗട്ട്സ് കാണും. ഞാൻ തന്നെ പരിചയപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേര് ചോദിക്കുന്ന കോമൺ ആയിട്ടുള്ള കുറേ ഡൗട്ട്സ് ഒക്കെ ആയിരിക്കും ഞാൻ ഈ ചാനലിൽ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് മഷി ആയതിന് ശേഷം ഞാനതെടുത്ത് മാറ്റി വെച്ച് കൂൾ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ നേരം കൊണ്ട് നമുക്ക് നമ്മളുടെ മഷ്റൂം അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചെറുതായി ഒന്ന് വഴറ്റി വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ച് ഓയിലിട്ടു, പിന്നെ മഷ്റൂം അരിഞ്ഞതിട്ടു, കുറച്ച് സോൾട്ട് ഇട്ടു, പിന്നെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിങ്ങനെ കുറച്ച് ചൂടായി വരുമ്പോഴത്തേക്കും അതിൽ നമ്മൾ വാഷ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ഉള്ളിൽ കയറി പറ്റിയിരിക്കുന്ന വെള്ളവും കാര്യങ്ങളും എല്ലാം പുറത്ത് വന്ന് അത് നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ഊസ് ഔട്ട് ചെയ്ത് ഉണ്ടോ ഇതുപോലെ വെള്ളം, ഇതിപ്പം ഞാൻ വേറെ ഒഴിച്ചേക്കുന്നതല്ല, മഷ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്ന വെള്ളമാണ്. അത് വറ്റുന്ന വരെ, അതിൽ നിന്ന് ഉള്ളിൽ നിന്ന് വരുന്ന ഈ വെള്ളമെല്ലാം വറ്റുന്ന വരെ നമുക്കിതിനെ ഇങ്ങനെ വെച്ചൊന്ന് വേവിക്കാം. അപ്പോഴത്തേക്കും എൻ്റെ ടൊമാറ്റോ മിക്സ്ചർ കൂളായിട്ടുണ്ട്. ഞാനതൊന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. പേസ്റ്റ് രൂപത്തിൽ ആകാൻ പാകത്തിന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ്. ഒരു അരക്കപ്പ് വേണ്ട, ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്തേക്കുക. സോ ദാറ്റ് അത് നന്നായിട്ട് അരഞ്ഞു കിട്ടും. ആ നേരം കൊണ്ട് എൻ്റെ മഷ്റൂമിലുള്ള വെള്ളം കംപ്ലീറ്റ് പോയി തുടങ്ങിയിട്ടുണ്ട്. സെറ്റായി കഴിയുമ്പോൾ അതെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. വെള്ളമെല്ലാം നന്നായി വറ്റിയിട്ടുണ്ട്. ഞാനത് മാറ്റി വെച്ചിട്ട് കുറച്ച് എണ്ണ ആഡ് ചെയ്ത് അതിലേക്ക് ഒരു തരി ജീരകം, ഒരു തരി മഞ്ഞൾ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ കൊറിയൻഡർ പൗഡർ ആഡ് ചെയ്തിട്ട് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മളിപ്പോൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന ആ ടൊമാറ്റോ പ്യൂറി, ആ സെക്ഷൻ, അത് നമ്മളിതിലേക്ക് ഇടും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു വെജ് പ്രിപ്പറേഷനാണ്. എല്ലാവരും ഉറപ്പായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സക്സസ് ആവുകയാണെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ എനിക്ക് നല്ല ഒരു കമൻറ്റും തരിക. പറ്റുമെങ്കിൽ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ലൈക്ക് അടിക്കുക. ഞാൻ ഈ വീഡിയോകളെല്ലാം എൻ്റെ ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് സക്സസ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ആഡ് ചെയ്തു. അതിലേക്ക് ഞാനൊരു കപ്പ് കുക്കിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുക്കിംഗ് ക്രീം ഏത് ഷോപ്പിലും മേടിക്കാൻ കിട്ടും കേട്ടോ. ഞാൻ യൂസ് ചെയ്ത പക്ക് എന്ന കമ്പനിയുടെ കുക്കിംഗ് ക്രീമാണ്. നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ കുക്കിംഗ് ക്രീമും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിവിടെ ഒരു ക്രീമി മഷ്റൂം കറി ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ ക്രീം യൂസ് ചെയ്തിരിക്കുന്നത്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അതിൻ്റെ ഓയിൽ സെപ്പറേറ്റായി വരുന്നവരെ നമ്മൾ ഇതിനെ ഇങ്ങനെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഞാൻ എൻ്റെ കംപ്ലീറ്റ് കുക്കിങ്ങും ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം.
വെള്ളം വളരെ കുറച്ചായി വറ്റി തുടങ്ങുന്നുണ്ടെന്ന് കാണുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായി മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇത് ഒന്ന് മൂടി വെച്ച് വേവിക്കാൻ പോവാണ് കുറച്ച് നേരം കൂടെ. അപ്പോഴത്തേക്കും ഇതിൻ്റെ ചാറിലുള്ള മസാല കണ്ടൻ്റ് എല്ലാം നന്നായിട്ട് ഇതിൻ്റെ പീസസിലേക്കൊക്കെ നന്നായി പിടിക്കും. ഓക്കെ, മൂടി വെച്ച് 5 മിനിറ്റ്സ് നമ്മളൊന്ന് വേവിക്കാൻ പോവാണ്. അതിന് മുന്നേ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾക്കിതിനെ 5 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് കസൂരി മേത്തി ഇതുപോലെ ക്രഷ് ചെയ്തിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്യാം അതിലേക്ക്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കറി നമുക്ക് ബട്ടർ നാൻ, ചപ്പാത്തി, പൊറോട്ട, ഗീ റൈസ് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്ന നല്ല ഒരു കറിയാണ്. നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കണം. സക്സസ് ആവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഞാൻ എപ്പോഴൊന്നും കുക്കിംഗ് വീഡിയോകൾ ഇടില്ല, പക്ഷേ എന്നാൽ കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ക്രീമി മഷ്റൂം കറി റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളിതിവിടെ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്. താങ്ക് യു.